എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. GCDയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCDക്ക് രണ്ട് രീതിയിലുള്ള പ്ലാനാണ് ഉള്ളത്. ഒന്ന് ബേസിക് പ്ലാനും രണ്ടാമത്തത് പ്രീമിയം പ്ലാനാണ്. ഈ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ യൂട്ടിലിറ്റി ടോക്കൺ ആയതുകൊണ്ട്, അതായത് വിവിധ മേഖലകളിൽ നമ്മളുടെ വ്യവസായങ്ങളും വ്യാപാരങ്ങളും നടക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് പ്ലാനായിട്ടുള്ള ടോക്കൺ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനും കൊടുക്കുവാനും ഒക്കെ GCD ടോക്കൺ വഴി ഉപയോഗിക്കുമ്പം അത് നല്ലൊരു വരുമാന സാധ്യതയും അതുപോലെ തന്നെ അതുവഴി പർച്ചേസ് ചെയ്യുന്ന വഴി ഡിസ്കൗണ്ടും കിട്ടുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് പ്ലാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ 10 പ്രോജക്റ്റിന്റെ ലാഭവിഹിതമാണ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാകുന്നത്. അപ്പൊ പ്രീമിയം പ്ലാനിൽ തന്നെ നമുക്ക് 20 ടോക്കൺ, അതുപോലെ തന്നെ 100 ടോക്കൺ, 500 ടോക്കൺ, 1000 ടോക്കൺ, അങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ചിട്ട് തന്നെ 20 ടോക്കൺ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 1%, 100 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 2%, 500 ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ പ്രൊജക്ടിന്റെ 3%, അങ്ങനെ ഗ്രാഫ് നേരെ മേലെ ചേരുള്ളൂ. ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് സാമ്പത്തികം ഉള്ളവരും സാമ്പത്തികം ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ സാമ്പത്തികം ഉള്ളവർക്ക് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ടോക്കൺ പർച്ചേസ് ചെയ്തുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 9ാമത്തെ സ്റ്റേജിൽ 100 ടോക്കൺ അല്ല 1 lakh ടോക്കൺ എടുക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ വരുമാനത്തിന്റെ 5% ആയിരിക്കും അവർക്ക് കിട്ടുന്നത്, ടോട്ടൽ പ്രൊജക്ടിന്റെ 5%. അതേപോലെ തന്നെ 10ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പം ടോട്ടൽ പ്രൊജക്ടിന്റെ 6% ലാഭവിഹിതം കിട്ടും. അതുപോലെ തന്നെ 11ാമത്തെ റാങ്കിലേക്ക് വരുമ്പം ടോട്ടൽ പ്രൊജക്ടിന്റെ 7% ലാഭവിഹിതം അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് സാമ്പത്തികം ഉള്ളവർക്ക് ഡയറക്റ്റ് ടോക്കൺ എടുക്കുന്ന വഴി ലഭ്യമാകും. അതുപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്തവരെയും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് റെഫറൽ ലിങ്ക് ഉണ്ടാവും. അതായത് ഒരു 20 ടോക്കണോ 100 ടോക്കണോ എടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് മറ്റ് ആൾക്കാരെ റെഫറൽ ചെയ്യുന്ന വഴി അവർക്ക് റെഫറൽ ഇൻകം 10% റെഫറൽ ഇൻകം കിട്ടും. അതായത് അവർ മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യണതിന്റെ 10% റെഫറൽ ഇൻകം ആയിട്ട് കിട്ടുകയും അതോടൊപ്പം അവരുടെ ബിസിനസ് വോളിയം വർദ്ധിക്കുകയും ടോട്ടൽ വരുമാനത്തിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ പാവപ്പെട്ടവർക്കും പൈസ ഉള്ളവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിനെ സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും പറയേണ്ടത് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ബിസിനസ്സായിട്ട് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഇതിനകത്ത് പങ്കാളിത്തം സ്വീകരിപ്പിച്ചുകൊണ്ട് അവർക്ക് റെഫറൽ ഇൻകം നേടാവുന്നതാണ്. അപ്പൊ ഇത് മുൻനിർത്തിയിട്ടാണ് നമ്മൾ 2 പ്ലാൻ നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഈ ടോക്കൺ GCD ടോക്കൺ ലിസ്റ്റ് അധികം താമസിച്ചാണ് ലിസ്റ്റ് ചെയ്യും. അത് പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്വന്തം എക്സ്ചേഞ്ച് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം എക്സ്ചേഞ്ച് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്കെല്ലാം തന്നെ വളരെയധികം ആനുകൂല്യങ്ങൾ നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച് വഴി കൊടുക്കാൻ സാധിക്കും. അതിനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ വർഷം എന്ത് തന്നെയായാലും ശരി നമ്മുടെ എക്സ്ചേഞ്ച് സ്വന്തമായിട്ടുള്ള എക്സ്ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതിനു മുൻപ് തന്നെ മറ്റ് എക്സ്ചേഞ്ചിലും നമ്മൾ ലിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചു.